أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قد أفلح المؤمنون الذين هم في صلاتهم خاشعون والذين هم عن اللغو معرضون والذين هم للزكاة فاعلون والذين هم لفروجهم حافظون إلا على أزواجهم أو ما ملكت أيمانهم فإنهم غير ملومين فمن ابتغى وراء ذلك فأولئك هم العادون. അമന്യരായ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഒരിക്കൽ കൂടി ഈ പ്രഭാതത്തിൽ എഴുന്നേറ്റ് വരാനും അവൻ്റെ ഏറ്റവും ഉത്തമമായ കലാമ് പഠിക്കുവാനും നമുക്ക് അവസരം ലഭിച്ചിരിക്കുകയാണ്. അള്ളാഹു നന്ദിയുള്ള സ്വാലിഹ്യങ്ങൾ നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മനുഷ്യജീവിതത്തിൻ്റെ ഏറ്റവും സുപ്രധാനമായ ഘട്ടങ്ങൾ കടന്നു പോകുമ്പോൾ മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ നിന്ന് ആരംഭിച്ച് ഈ ദുനിയാവിലെ ക്ഷണികമായ ഏതു സമയത്തും തീർന്നു പോകാനുള്ള ഈ ദുനിയാവിൻ്റെ ജീവിതത്തിലൂടെ കടന്നുപോയി മരണമാകുന്ന വാതിലിലൂടെ കടന്ന് പരലോകത്തേക്കും അവിടുന്ന് അവസാനമായി സ്വർഗനരകത്തിലേക്കും എത്തിപ്പെടാനുള്ള ജീവിതത്തിന്റെ ഘട്ടത്തിലാണ് നാം ഉള്ളത്. മഹാനായ പണ്ഡിതന്മാർ അവർ കവിതകളിലൂടെ അവർ പറയാറുണ്ട്, ഓരോ മനുഷ്യനും ഒരു വാതിലിലൂടെ കടന്നുപോയേ പറ്റൂ. കുല്ലുന്നാസി ദാഖിലുഹു. മരണം എന്നതൊരു വാതിലാണ്. എല്ലാ മനുഷ്യരും ആ വാതിലിലൂടെ പോയേ പറ്റൂ. പക്ഷെ അകത്ത് എവിടെ താമസിക്കണമെന്നത് ഓരോരുത്തരുടെ കർമ്മത്തിനനുസരിച്ചിരിക്കും. മരണമാകുന്ന വാതിലിലൂടെ എല്ലാവർക്കും പ്രവേശിക്കണം. പിന്നീട് സ്വർഗത്തിന്റെ വീട്ടിൽ താമസിക്കണോ നരകത്തിന്റെ വീട്ടിൽ താമസിക്കണോ എന്നുള്ളത് അയാളുടെ കർമ്മങ്ങളുടെ ഫലമാണ്, വിശ്വാസത്തിന്റെ ഭാഗമാണ്. മറ്റു ചില കവിതകളിലൂടെ ഇമാമിങ്ങൾ രേഖപ്പെടുത്താറുണ്ട്, ഏതൊരു മനുഷ്യനും അവൻ അധ്വാനിച്ചതിന്റെ നേട്ടം കൊയ്തെടുക്കാൻ കൊതിക്കും, ആഗ്രഹിക്കും. അതിനുള്ള ലോകം, പൂർണ്ണമായ ലോകം എന്നുള്ളത് പരലോകമാണ്. ഈ ദുനിയാവിൽ നിന്ന് ഏത് സമയത്തും നമ്മൾ വിട പറഞ്ഞ് അടുത്ത ഒരു സ്റ്റെപ്പിലേക്ക്, അടുത്തൊരു സ്റ്റേജിലേക്ക് നമ്മൾ കടന്നു മാറും. അതുവരെ ദുനിയാവിന്റെ മുകളിലൂടെ നടക്കും. മരിച്ചാൽ, അയാൾ മരിച്ചു എന്നറിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തെ എത്രയും പെട്ടെന്ന് താഴേക്ക് കബറിലടിയിലേക്ക് ഇറക്കി വെക്കാൻ ശ്രമിക്കും. ഒരു ദിവസം രാവിലെ മരിച്ചാൽ അന്ന് ദുഹറാകുമ്പോഴത്തേക്ക്, അസറാകുമ്പോഴത്തേക്ക് അയാൾ കബറിന്റെ ഉള്ളിലാണ്. ഒറ്റ ദിവസം കൊണ്ട് ആളുടെ രൂപം, ജീവിതം തന്നെ മാറി മറിയപ്പെടും. എന്നിട്ട് അവസാനിക്കാത്ത, ഇതുവരെ പഠിച്ചതും ചെയ്തതും എല്ലാം അവസാനിക്കും. എന്നാൽ അവസാനിക്കാത്തൊരു ലോകത്തേക്ക് അവനെ യാത്രയാക്കുകയാണ്, പരലോകത്തേക്ക്. തീരാത്ത, നശിക്കാത്ത, അതല്ലെങ്കിൽ ഒരിക്കലും തന്നെ അവന്റെ ജീവിതത്തിൽ കഴിഞ്ഞു പോകുമെന്ന് വിചാരിക്കുന്ന, ഇനി ഒരിക്കലും ഉണ്ടാകില്ല എന്ന് വിചാരിക്കാൻ പറ്റാത്ത വിധേന ഒരു പരലോകം അവന്റെ മുമ്പിൽ വരാനിരിക്കുന്നുണ്ട് എന്ന് എല്ലാ ദിവസവും അവനെ ഓർമ്മപ്പെടുത്താണ് രാവിലെ എഴുന്നേൽക്കുന്ന സമയം. അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ. ഞാൻ മരണപ്പെട്ട, അല്ലെങ്കിൽ എന്നെ മരിപ്പിച്ചതിന് ശേഷം എന്നെ ജീവിതം നൽകിയ പടച്ചോനെ നിനക്ക് സ്തുതി എന്നാ പറയുന്നത്. എന്ന് നമ്മൾ രാവിലെ ഓർമ്മപ്പെടുന്നതാണ്. ഓരോ മഴയും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്, മഴ പെയ്ത് ചെടികൾ മുളച്ചു പൊന്തുന്നത് പോലെ മനുഷ്യന്മാര് പരലോകത്ത് മുളച്ചു വരും, പുറത്തു വരും ഓർമ്മപ്പെടുത്തണം ഓരോ മഴയും. ആ ഒരു ഹദീസിൽ തന്നെ റിപ്പോർട്ടിൽ കാണാൻ സാധിക്കും, ഒരു മഴ, ശക്തമായ ഒരു മഴ പെയ്യും പരലോക ദിവസത്തിൽ. എന്നിട്ട് മണ്ണിൽ നിന്ന് ചീരച്ചെടികൾ മുളച്ചു പൊന്തുന്നത് പോലെ മനുഷ്യന്മാർ കബറിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരും.
ചീരവിത്ത് കണ്ടിട്ടുണ്ടല്ലോ, അങ്ങനെ കൂട്ടമായി ഇങ്ങനെ പുറത്തേക്ക് വരുന്നത് പോലെ മനുഷ്യന്മാർ മണ്ണിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരും. അവൻ അത്ഭുതപ്പെട്ടു പോകും, ആരാണ് ഇതൊക്കെ ചെയ്തത് എന്നവൻ ചോദിച്ചു പോകും. ഈ ആരാണ് ഞങ്ങൾ ഇതെന്ന് എഴുന്നേൽപ്പിച്ചത് എന്ന് അവൻ അത്ഭുതത്തോടുകൂടെ ചോദിക്കുന്ന രംഗമുണ്ട്. അവന്റെ ഓരോ അവയവങ്ങളും അവൻക്കെതിരായി സാക്ഷി പറയുന്ന ഒരു പരലോകമുണ്ട്. നമ്മുടെ കണ്ണുകൾ, നമ്മുടെ കാലുകൾ, നമ്മുടെ കാതുകൾ, നമ്മുടെ ഓരോ അവയവങ്ങളും സാക്ഷി പറയും, നമുക്കെതിരായിട്ട് ഉണ്ട്, ഇവൻ ചെയ്തിട്ടുണ്ട്, ഇവൻ കണ്ടിട്ടുണ്ട്, ഇവൻ പറഞ്ഞിട്ടുണ്ട്, ഇവൻ ചെയ്തിട്ടുണ്ട്, എല്ലാം സമ്മതിക്കുന്നതാണ്. അൽ യൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. വായക്ക് സീൽ വെക്കും, സംസാരിക്കാൻ പറ്റൂല. പിന്നെ സംസാരിക്കുന്നത് മുഴുവൻ അവന്റെ കൈകളും അവന്റെ അവയവങ്ങളും അവന്റെ തൊലി വരെ സംസാരിക്കുന്നു. ജുലൂദുകൾ, തൊലികൾ വരെ സംസാരിക്കും. അപ്പോ തിരിച്ചു ചോദിക്കുമ്പോൾ ലീമ ഷഹിദ്തും അലൈന, എന്താണ് എന്റെ തൊലി നീ എനിക്കെതിരായിട്ട്, എന്തിനാണ് എനിക്കെതിരെ നീ സംസാരിക്കുന്നത് എന്ന് അവനോട് ചോദിക്കും. അവൻ പറയും, തൊലി പറയും അത്രേ, നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവമായ തൊലി പറയും അത്രേ, അൻതഖനല്ലാഹ്, ഇന്ന് അള്ളാഹു ഞങ്ങൾക്ക് സംസാരിക്കാൻ ചാൻസ് തന്ന ദിവസമാണ് ഇന്ന്, എല്ലാം പറയും ഞങ്ങള്. അന്ന് ചില ആൾക്കാർ വിരല് കടിച്ചു പോകുന്നതാണ്. വിരല് കടിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? നഷ്ടബോധത്തോടെ വിരല് കടിക്കും. ചെയ്തില്ലല്ലോ, ഞാൻ അങ്ങനെ ആയില്ലല്ലോ, ഞാൻ അങ്ങനെ ആകാൻ പറ്റിയില്ലല്ലോ എന്നൊക്കെ ആലോചിച്ച് നിരാശപ്പെട്ടുകൊണ്ട് വിരല് കടിച്ച് കുറ്റബോധത്താൽ, പാപഭാരത്താൽ സങ്കടപ്പെട്ട് അലമുറയിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ആ വിലാപങ്ങൾ സംഭവിക്കാതിരിക്കാനാണ് ഓർമ്മപ്പെടുത്താൻ പറയുന്നത്, ഉത്ബോധിപ്പിക്കാൻ പറയുന്നത്, ഉപദേശിക്കാൻ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിട്ടുന്ന സന്ദർഭങ്ങളിലൊക്കെ ഓരോ സാഹചര്യത്തെ അടിസ്ഥാനമാക്കി നിർദ്ദേശം കൊടുക്കും. യാത്ര പോകുമ്പോൾ ആ യാത്രന്റെ ഇടയിലുണ്ടായ സംഭവങ്ങളെ കുറിച്ച് അവിടുന്ന് സൂചന കൊടുക്കും. ഒരിക്കലും ഒരു യാത്ര പോകുന്നതിന്റെ ഇടയിൽ ഒരു ചത്ത ആടിനെ കണ്ടു. അപ്പൊ ചോദിച്ചു, ഇതിനാർക്കെങ്കിലും വേണോ? അവർ പറയുന്നുണ്ട്, ഞങ്ങെന്തിനാ ചത്താടിനെ, അത് ചെവിയൊക്കെ അറ്റുപോയ അവസ്ഥയിലുള്ള ഒരു ആടാണ്, ജീവണ്ടിച്ചെങ്കിൽ തന്നെ ഞങ്ങൾക്ക് വേണ്ട, അതിന്റെ ചെവിയൊക്കെ ആകെ കോലം കെട്ട് കിടക്കുകയാണ്, പിന്നെ എന്തിനാ ചത്ത ആടിനെ ഞങ്ങൾക്ക്? അല്ല, ഞങ്ങൾ എടുത്തോളി, പൈസ തരാം, ആടിനെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പണം തരാം. പണം തന്നാലും വേണ്ട, ഫ്രീ ആയിട്ടാലും വേണ്ട. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഇതുപോലെയാണ് പടച്ചോന്റെ അടുത്ത് ദുനിയാവ് എന്ന് പറഞ്ഞത്. അത്ര നിസ്സാരാണ്, അത്രേ ഉള്ളു ദുനിയാവ്. അവിടുന്ന് സന്ദർഭിച്ചു പഠിപ്പിച്ചു കൊടുക്കുക. ഖബറുകളിനടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനാസനെയും കൊണ്ട് ചെല്ലുകയാണ്. അപ്പൊ അവിടുത്തെ ഒരു സാഹചര്യം വെച്ച് പഠിപ്പിക്കുകയാണ്. ഖബർ ആയിട്ടില്ല, ജനാസനെ ഇറക്കി വെക്കാൻ ആയിട്ടില്ല, ഖബറിന്റെ പണി കഴിഞ്ഞിട്ടില്ല. അപ്പൊ നബി അവിടെ നിന്നുകൊണ്ട് ഖബറിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് ആ സന്ദർഭം വെച്ച് അവിടെ നിന്ന് ഉപദേശിക്കുകയാണ്, ഇങ്ങനെ ഒരു ദിവസം വരാണ്ടിട്ടോ, എല്ലാവരും ഒരുങ്ങിക്കോളി, തയ്യാറായിക്കോളി. അങ്ങനെ സാന്ദർഭികമായി സാഹചര്യങ്ങൾ വെച്ചുകൊണ്ട് മനുഷ്യന്റെ മനസാക്ഷിനെ, അവന്റെ ബോധത്തെ ഓർമ്മപ്പെടുത്തുക എന്നത് ഒരു മുസ്ലിമിന്റെ ബാധ്യതയായി ദഅവത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. ആ സാഹചര്യമെല്ലാം നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹുവിന്റെ കലാമ വിശുദ്ധ ഖുർആൻ പഠിക്കുന്നതിനും അതിന്റെ പ്രചരണത്തിനും നമ്മൾ വെറും ഒരു ഓതുന്ന പഠിക്കുന്ന ആളായി മാത്രമല്ല, അത് എത്രമാത്രം സമൂഹത്തിൽ വേരൂന്നാൻ പറ്റും, എത്ര അത് ഷെയർ ചെയ്യാൻ പറ്റും, എത്ര പ്രചരിപ്പിക്കാൻ പറ്റും, എനിക്ക് ഇനി എന്തെല്ലാം മാക്സിമം ചെയ്യാൻ പറ്റും എന്നുള്ളത് ചിന്തിക്കേണ്ടുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. യുക്തിവാദികൾ, നിരീശ്വരവാദികൾ, എക്സ് മുസ്ലിംസ് എന്നൊക്കെ പറയുന്ന ടീമുകൾ ഈ ഇസ്ലാമിനെതിരെ, ഖുർആനെതിരെ, പരിശുദ്ധ ഖുർആനിൽ ഒരു മനുഷ്യന്റെ, ഒരു വാപ്പാക്ക് സ്വന്തം മകളെ കല്യാണം കഴിക്കാനുള്ള പിന്നെ ആയത്തുണ്ട് അള്ളാന്റെ ഖുർആനിൽ എന്ന് പറഞ്ഞ് പരസ്യമായി സംസാരിച്ച് നടന്ന എക്സ് മുസ്ലിംസിന്റെ ഒക്കെ ഏറ്റവും വലിയ വിഡ്ഢിത്തങ്ങളെ തുറന്നു കാട്ടുന്ന പുതിയ കാലഘട്ടത്തിൽ അള്ളാന്റെ ഖുർആനിൽ അബദ്ധങ്ങളുണ്ട് എന്ന് പറഞ്ഞു നടക്കുന്നവനേക്കാൾ വലിയ അബദ്ധം എന്താണെന്ന് ആലോചിച്ചു. ബുദ്ധിയില്ലാത്ത മനുഷ്യന്മാര്, യുക്തിയില്ലാത്ത മനുഷ്യന്മാര് ബുദ്ധിമാനാണ്, യുക്തിമാനാണ് എന്ന് പറയുന്നതിലെ ആ ഒരു ഏറ്റവും സങ്കുചിതമായ അവസ്ഥയെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കി. വെറും വെറുപ്പ് മാത്രം സംസാരിക്കുന്നു, മുസ്ലിം വിരോധം മാത്രം പറഞ്ഞു നടക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ എന്താണ് ഉത്തരവാദിത്വം? ഉണ്ടാതിരിക്കലാണോ? നമുക്കൊരു പണിയില്ലേ?
നമുക്ക് ഇത്തരത്തിലുള്ള മറുപടികൾ ഷെയർ ചെയ്യപ്പെടണം. ഇത്തരത്തിലുള്ള പ്രോഗ്രാം പറയുന്ന ആളുകളെ സപ്പോർട്ട് ചെയ്യാൻ കഴിയണം. ഇസ്ലാമിനെ തുറന്നു പറയുന്നവരെ സപ്പോർട്ട് ചെയ്യാൻ കഴിയണം. ഒരു ലൈക്ക് ചെയ്ത്, ഒരു കമന്റ് ചെയ്ത് അതിനൊരു പ്രോത്സാഹിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ വരണം. വെറും ഒരു കാഴ്ചക്കാരനായി നമ്മൾ മാറുന്നത് പുതിയ കാലഘട്ടമാണ്. അതിനെക്കുറിച്ച് ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. അള്ളാഹു നമ്മുടെ ജീവിതത്തെ ഏറ്റവും നല്ല സവിശേഷമായ ഒരു മുസ്ലിമിന്റെ വ്യക്തിത്വത്തിലേക്ക് മാറ്റി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാ നന്മകളും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച് വരാൻ പറഞ്ഞത് 6 ആയത്ത് വരെ ആയിരുന്നു. 6 ആയത്ത് വരെ എല്ലാവരും ഒരിക്കൽ കൂടി ഓതി നോക്കാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قد أفلح المؤمنون. والذين هم عن اللغو معرضون والذين هم للزكاة فاعلون والذين هم لفروجهم حافظون إلا على أزواجهم أو ما ملكت أيمانهم فإنهم غير ملومين. അത്രല്ലേ നമ്മൾ എന്താ പഠിച്ചത്? ഇന്ന് പഠിക്കേണ്ടത് എൻ്റെ 7ാമത്തെ ആയത്തും കൂടി കൂട്ടിച്ചേർത്ത് പഠിക്കണം. فَمَنِ ابْتَغَى وَرَاءَ ذَلِكَ فَأُولَئِكَ هُمُ الْعَادُونَ. فمن ابتغى وراء ذلك فأولئك هم العادون. എൻ്റെ ഈ സൈഡിലിരിക്കുന്നവർ മാത്രം നോദിക്കുക, വലതുഭാഗത്തിരിക്കുന്നവർ മാത്രം. ഫമൻ ابتغى ഫമനിബ്തഗാന്നാണ് ഇബ്തഗ. പിന്നെ വറാഅ ദാലിക ഫഉലൈക ഹുമുൽ ആദൂൻ. ഒന്നുകൂടി എഴുതിക്കാം. ഈ ഭാഗത്തിരിക്കുന്നവർ നോദിക്കാം. فأولئك هم العادون. രണ്ടുപേരും ഒന്ന് ചോദിക്കും. فمن ابتغى وراء ذلك فأولئك هم العادون. അപ്പോൾ ഓതി അയക്കേണ്ടത്, ഗ്രൂപ്പിൽ അയക്കേണ്ടത് 7 ആയത്തുകളാണ്. നമ്മൾ റിപ്പീറ്റ് ചെയ്ത് അങ്ങനെ പോവുകയാണ് ചെയ്യുക. കഴിഞ്ഞ ആഴ്ചകളിൽ വളരെ കുറഞ്ഞ ആൾക്കാർ മാത്രമേ ഓതി അയച്ചിട്ടുള്ളൂ. ഞാനത് റിമൈൻഡ് ചെയ്യാനും പറ്റിയിട്ടില്ല, തിരക്കുണ്ടായിരുന്നു. ഇൻഷാ അല്ലാഹ് ഈ ആഴ്ച എൻ്റെ റിമൈൻഡർ കാത്തിരിക്കേണ്ട, നമ്മൾ ഓരോരുത്തരും നമ്മുടെ സമയമാകുമ്പോൾ അത് ഓതി അയക്കുക. അതിലെ മിസ്റ്റേക്സുകൾ ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അപ്പം നമുക്ക് തിരുത്താൻ കഴിയും. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ 4ാമത്തെ ആയത്ത് ഓതിയിരുന്നു. അതിന്റെ അർത്ഥം പറഞ്ഞിട്ടില്ല. വല്ലദീന ഹും ലിസ്സകാതി ഫാഇലൂൻ. ഒരു യഥാർത്ഥ വിശ്വാസി, യഥാർത്ഥ മുഅ്മിൻ എന്ന് പറയുന്ന ആള്, അവൻ വിജയിക്കുന്നത് അവൻ നമസ്കാരത്തിൽ ഖുശൂഉള്ളവനാകുമ്പോഴാണ്, അനാവശ്യ കാര്യങ്ങളിൽ നിന്ന് മാറിപ്പോകുമ്പോഴാണ്. വല്ലദീന ഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ. അനാവശ്യ കാര്യങ്ങളിൽ നിന്ന് മാറി മുഴുകി നിൽക്കാതെ അതിൽ നിന്ന് തിരിഞ്ഞു നടക്കുന്നവനാണ്. ലഗ്വുകളെ പുതിയ കാലഘട്ടത്തിൽ സൂക്ഷിക്കേണ്ടതാണ്. നമ്മുടെ ചെറുപ്പക്കാർ, യുവാക്കള്, വിദ്യാർത്ഥികളൊക്കെ ആലോചിച്ചൊക്കെ നമ്മളെ നശിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം ലഗ്വാണ്. നമ്മുടെ സമയവും നമ്മുടെ ഊർജവും നമ്മുടെ കഴിവും ത്രാണി ശേഷിയും ഒക്കെ
ഒരു കാര്യമില്ലാത്ത, ഒരു ഉപകാരവുമില്ലാത്ത, ദുനിയാവിലോ ഒരു ഉപകാരമില്ലാത്ത, പരലോകത്തോ ഉപകാരമില്ലാത്ത കാര്യങ്ങളിൽ നമ്മുടെ മണിക്കൂറുകൾ, പണം, നമ്മുടെ സമയം എല്ലാം പോയിക്കൊണ്ടിരിക്കുന്ന ലഹവുകൾ, വിനോദങ്ങൾ, അനാവശ്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ സൂക്ഷിക്കണം. അതൊരു വിശ്വാസിയുടെ ഗുണമായിട്ട് പഠിപ്പിച്ചത് അത്തരം ലഹവുകളിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയാന്നുള്ളതൊരു വലിയ അടയാളമാണ്. നമ്മൾ നാട് ഓടുമ്പോൾ നടുക്കൂടെ ഓടുക എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ എല്ലാവരും ചെയ്യുന്നുണ്ട്, ഞാനായിട്ടത് ചെയ്തില്ലെങ്കിൽ എന്താ വിചാരിക്കുക. ഇംഗ്ലീഷിലൊരു പ്രയോഗമുണ്ട്, ഫോമോ എന്നാണ് ആ രോഗത്തിന് പറയുക. ചിലപ്പോൾ ആ രോഗങ്ങൾക്ക് ബാധിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് പരിശോധിച്ചിട്ട്, രോഗത്തിന്റെ പേര് ഞങ്ങൾ പറയാ ഫോമോ എന്നാണ്. ഫോമോ ഇപ്പൊ നമ്മളെ നാട്ടിലൊക്കെ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രോഗം. എന്താ ഫോമോ? ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് എന്നാണ് അതിന് പറയുക. ഫിയർ, ഒരു തരം ഫിയർ. ഫിയർ, പേടി. ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് എന്ന് പറയാം. എല്ലാരും ടൂറ് പോയിട്ട് സ്റ്റാറ്റസ് വെക്കുന്നുണ്ട്, ഞാൻ വെച്ചിട്ടില്ലെങ്കിൽ എന്താ ആൾക്കാർ വിചാരിക്കുക? പേടി. ഞാൻ ഈ നാട്ടിലില്ലാത്ത, ഞാൻ ഇവിടുത്തെ കാലം തിരിയാത്തവനായിട്ട് എന്നെ മുദ്ര കുത്തുമോ എന്ന പേടി. എല്ലാവരും ബർത്ത്ഡേ കഴിക്കുന്നുണ്ട്, എൻ്റെ കുട്ടിൻ്റെ ഞാൻ കഴിച്ചിട്ടില്ലെങ്കിൽ ഞാൻ ഈ നാട്ടിൽ ഒന്നും അല്ലാത്തവനായി മാറുമോ? പേടി. എല്ലാവരും കളി കാണാൻ വേണ്ടിയിട്ട് പുറത്തൊക്കെ പോയി തുള്ളി ചാടിക്കൊണ്ടിരിക്കും, ഞാൻ അതിൽ പെട്ടിട്ടില്ലെങ്കിൽ ഞാനൊരു മൊയന്തനായി മാറുമോ? ഒരു പേടി. ഇങ്ങനെ ഓരോന്നിനും നാട്ടിൽ നടക്കുന്നതെല്ലാം ഞാൻ ചെയ്തിട്ടില്ലെങ്കിൽ ഞാനിത് നോക്കി നാട്ടിൽ ഒന്നുമല്ലാത്ത ആളെ എന്നെ പുറന്തള്ളുമോ എന്ന പേടി എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ടാണ് ഓരോരുത്തരും മറ്റുള്ളവനെ പോലെ ആകാൻ വേണ്ടി ഇന്ന് ശ്രമിക്കണം. നമുക്ക് നമ്മുടേതായ ഒരു വ്യക്തിത്വമൊക്കെ ഉണ്ട്, പക്ഷെ നമ്മൾ എന്ത് ചെയ്യാണ്, മറ്റുള്ളവനൊക്കെ എന്തൊക്കെ ചെയ്യണത് നോക്കിയിട്ട് അതിങ്ങനെ കോപ്പി എന്താ, ഞാനും അങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്നെ പറ്റി എന്താ വിചാരിക്കുക എന്നുള്ളതൊരു ഒരു ഫിയർ ഉണ്ടാവുക എന്ന് പറയും. അപ്പോൾ ഇതിനൊക്കെ ഒരു അടിസ്ഥാനം, ബേസിക് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ വ്യക്തികൾ എന്ത് വെച്ചാൽ സ്വാഭാവികമായിട്ടും എല്ലാ വേണ്ടതും വേണ്ടാത്തതും ഒക്കെ ചെയ്യാൻ ശ്രമിക്കും. എന്നാലും ഞാൻ ഈ നാട്ടിലത്തെ ഒരാളായി മാറുള്ളൂ എന്നുള്ള അവസ്ഥയ്ക്ക് വരിക. ലഹവുകളിൽ നിന്ന് മാറി നിൽക്കുക. മൂന്നാമത്തേത് ഗുണമായിട്ട് പറഞ്ഞത് വല്ലദീനഹും ലിസ്സകാത്തി ഫാഇലൂൻ, അവർ സകാത്ത് കൊടുക്കുന്ന വിഷയത്തിൽ അവർ കൃത്യമായത് നടപ്പിലാക്കുന്ന ആൾക്കാരാണ്. വല്ലദീന, ആ ഒരു കൂട്ടം ആളുകൾ, ഹും അവരാണ്, ലിസ്സകാത്തി സകാത്തിന്റെ വിഷയത്തിൽ അല്ലെങ്കിൽ സകാത്ത് ഫാഇലൂൻ പ്രവർത്തിക്കുന്നവരാണ്. സകാത്ത് പ്രവർത്തിക്കുന്നവരാണെന്ന് പറഞ്ഞാൽ സകാത്ത് കൊടുക്കുന്നവരാണ്. അതില് രണ്ട് വാക്ക് നമുക്ക് പഠിക്കാം. ഒന്ന് ഹും എന്ന പ്രയോഗം, ഹും അവർ. ഹുവ എന്ന് പറഞ്ഞാൽ ഒരാൾ, ഹുമ എന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേർ. ഹും എന്ന് പറഞ്ഞാൽ അവരെല്ലാവരും. ഹുവ എന്നതിൽ ഒരാളെ ഉണ്ടാവുള്ളൂ, ഹുമ എന്ന് പറഞ്ഞാൽ രണ്ടാളെ ഉണ്ടാവുള്ളൂ. ഹും എന്ന് പറഞ്ഞാൽ എത്ര മനുഷ്യന്മാര്, കോടിക്കണക്കിന് ആൾക്കാരുണ്ടെങ്കിലും ഹും എന്ന വാക്കിൽ പെട്ടു. എത്ര സിമ്പിൾ അല്ലേ? അറബിയിൽ ഇത്രയും കോടിക്കണക്കിന് ആൾക്കാരെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു വാക്കാണ് ഹും, അവർ. ഫാഇലൂൻ, ഫഅല എന്ന കർമ്മം പ്രവർത്തിച്ചു. ഫഅല അവർ രണ്ടു പേര് പ്രവർത്തിച്ചു. ഫാഇലൂൻ അല്ലെങ്കിൽ ഫഅലു അവർ പ്രവർത്തിച്ചു. അവർ എല്ലാവരും പെട്ടു. കോടിക്കണക്കിന് ആൾക്കാരുണ്ടെങ്കിലും ഫഅലു അല്ലെങ്കിൽ ഫാഇലൂൻ എന്ന് പറഞ്ഞാൽ അതിൽ പെട്ടു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ എന്താണ് ഇത് ഇത്ര പ്രത്യേകമായി ഇവിടെ പറയാനുള്ള കാരണം? ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഒരു മനുഷ്യൻ അയാളുടെ നമസ്കാരത്തിന് എന്ത് പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ അതുപോലെ അയാളുടെ സക്കാത്തിനും പ്രാധാന്യമുണ്ട് എന്നാണ് ഈ ആയത്ത് പഠിപ്പിക്കുന്നത്. വല്ലദീനഹും ലിസ്സകാത്തി ഫാഇലൂൻ എന്ന് പറയുമ്പോൾ അതുകൊണ്ട് അർത്ഥമാക്കുന്നതും ഉദ്ദേശിക്കുന്നതും ആ തരത്തിൽ ഇതിനെ രണ്ടിനെയും ചേർത്തുകൊണ്ടാണ് അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞത്. അതാഹും വല്ലാഹു മിൻ അംരില്ലാ മാ വഖദഹും അൻ ദാലിക് വല്ലദീനഹും ലിസ്സകാത്തി ഫാഇലൂൻ അൽ അക്സറൂന, അതിൽ അധികം ആളുകളും, അലാ അന്നൽ മുറാദു ബിസ്സകാത്ത്, ഇവിടെ സകാത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്
സകാത്തുൽ അംവാലി, സമ്പത്തിന്റെ സകാത്താണ്. ഈ ആയത്ത് മക്കയിൽ ഇറങ്ങിയ ആയത്താണ്. മക്കയിൽ സകാത്തിനെ പറ്റി അധികം ചർച്ച വന്നിട്ടില്ല, ഇടക്കൊക്കെ ഒന്നുണ്ടെങ്കിലും കൂടുതൽ ചർച്ച വന്നിട്ടില്ല. സകാത്ത് നിർബന്ധാക്കിയത് മദീനയിലാണ്. സകാത്ത് നിർബന്ധം പറയുന്നത് മദീനത്താണ്. ഫീ സനത ഇസ്നതൈനി മിനൽ ഹിജ്റ, ഹിജ്റ 2-ാം വർഷത്തിന് ശേഷമാണ്. അപ്പൊ ഹിജ്റ 2-ാം വർഷത്തിൽ 2 കാര്യം നിർബന്ധാക്കിയെന്നായി. ഒന്നേതേനു? ഹിജ്റ 2-ാം വർഷത്തിൽ നിർബന്ധമാക്കിയ നിർബന്ധ കാര്യം ഒന്നേതായിരുന്നു? നോമ്പ്. റമദാനിലെ നോമ്പ്. ഹിജ്റ 2-ാം വർഷമാണല്ലോ നോമ്പ് നിർബന്ധമാക്കിയത്. ഹിജ്റ 2-ാം വർഷത്തിൽ തന്നെയാണ് സകാത്ത് നിർബന്ധാക്കുന്നത്. മദീനത്ത് ജീവിക്കുന്ന കാലഘട്ടത്തിലാണ് അസ്ലി സകാത്ത് നിർബന്ധമാക്കുന്നത്. والظاهر أن التي فرضت بالمدينة إنما هي ذات النصب والمقادير الخاصة. സകാത്തുമായി ബന്ധപ്പെട്ട അതിന്റെ നിസാബ്, അതിന്റെ നിർബന്ധ ഓഹരി, കൊടുക്കേണ്ട ശതമാനം, കൊടുക്കേണ്ട വസ്തു, ഇതെല്ലാം ഓർമ്മപ്പെടുത്തുന്നത് മദീനത്ത് വെച്ചാണ്. وإلا فالظاهر أن أصل الزكاة كان واجبا بمكة. മക്കയിൽ വെച്ച് സകാത്ത് നിർബന്ധാക്കിയിട്ടുണ്ട്. അതിന്റെ ഓഹരിയും കാര്യങ്ങളും വിശദീകരിക്കുന്നതും ക്ലിപ്തപ്പെടുത്തുന്നത് മദീനയിൽ ഇറങ്ങിയ ആയത്തിലാണ്. കമാ ഖാല തആല ഫീ സൂറത്തിൽ അൻആം, വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അൻആമിൽ അത് പറഞ്ഞു, വആതു ഹഖഹു യൗമ ഹസാദിഹി. മക്കത്തിറങ്ങിയ ആയത്തിൽ പറയുന്നുണ്ട്, വിളവെടുപ്പ് ദിവസം നിങ്ങൾ സകാത്ത് കൊടുക്കണം. കൊടുക്കണമെന്നേ പറഞ്ഞുള്ളൂ. എങ്ങനെ, എത്ര ശതമാനം, എത്ര ഓഹരി, ഏതാൾക്ക് അവിടെ പറഞ്ഞിട്ടില്ല. അപ്പൊ സകാത്തിന്റെ ഒരു അംശം അവിടെ പറഞ്ഞു വെച്ചു പോയി. സകാത്ത് എന്ന പരിശുദ്ധത എന്ന വാക്കിന്റെ അർത്ഥം, സകാത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ശുദ്ധീകരണം എന്നാണ്. ഒരു ശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ നഫ്സിന്റെ സകാത്താണ്. നഫ്സിന്റെ സകാത്ത് പറഞ്ഞാല് ഒരാളുടെ ആത്മാവിന്റെ ശുദ്ധീകരണം എന്ന് പറയും. അതേതാ? മിനശിർക്കി, ഷിർക്കിൽ നിന്നും, ധനസ്, മറ്റു പാപങ്ങളിൽ നിന്നും, മ്ലേച്ഛതകളിൽ നിന്നും ഒരാൾ രക്ഷപ്പെടുന്നതിനാണ് സകാത്ത് എന്ന്. അവിടെയും ശുദ്ധി എന്ന അർത്ഥം പറയാറുണ്ട്. ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ എന്ന് പറഞ്ഞതൊക്കെ ആ അർത്ഥത്തിലാണ്. അതുപോലെ തന്നെ മുശ്രിക്കീങ്ങളുടെ ഗുണം പറയുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ ഒരു ദുസ്വഭാവമായിട്ട് പറയാണ്, വവൈലുൽ ലിൽ മുശ്രിക്കീൻ അല്ലദീന ലാ യുഅ്തൂന സകാത്ത്. മുശ്രിക്കീങ്ങൾക്ക് നാശം, ഓല് സകാത്ത് കൊടുക്കൂല. മുശ്രിക്കീങ്ങളുടെ വ്യത്യാസം, ഒരു സകാത്ത് കൊടുക്കൂല. സകാത്ത് കൊടുക്കാത്തവന്റെ ഗുണം ഏതിലാ പെടുക എന്നുള്ളത് ബേജാറാവണം. വവൈലുൽ ലിൽ മുശ്രിക്കീൻ. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സകാത്തിന്റെ, സമ്പത്തിന്റെ സകാത്തിലുള്ള സൂക്ഷ്മതയും ശ്രദ്ധയുമാണ് എന്ന് കൂടുതൽ പണ്ഡിതന്മാരും ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇവിടെ മനുഷ്യന്മാർ ശ്രദ്ധിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, സത്യവിശ്വാസികൾ അവരുടെ അടയാളമായി, മുഖമുദ്രയായി ഇസ്ലാം സകാത്തിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാല്, ഒരാളുടെ സമ്പത്ത് ശുദ്ധിയാകുക എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. ഇപ്പൊ നമ്മളെ ശരീരം ശുദ്ധിയാകാൻ എത്ര റിസ്ക് എടുക്കുന്നുണ്ട്. നമ്മൾ ഡ്രസ്സ് ശുദ്ധിയാകാൻ വേണ്ടി നമ്മൾ എന്തെല്ലാം ചെയ്യുന്നുണ്ട്. നമ്മൾ താമസിക്കുന്ന വീട് നല്ല വൃത്തിയുള്ളതാവാൻ നമ്മൾ എത്ര ശ്രദ്ധിക്കുന്നുണ്ട്. അതുപോലെ ഒരാളുടെ സമ്പത്ത് ശുദ്ധിയാകുക എന്നുള്ളത് അനിവാര്യമാണ്. അതിലുണ്ടാകുന്ന അപകടം എന്താന്ന് ചോദിച്ചാൽ, ഒരു മനുഷ്യന്റെ സമ്പത്ത് കറക്റ്റ് അല്ല എങ്കിൽ അയാളുടെ പ്രാർത്ഥന പോലും പടച്ചോൻ സ്വീകരിക്കില്ല. ഇതിനേക്കാൾ വലിയ നഷ്ടം എന്തെങ്കിലും അയാൾ ചെയ്യുന്ന അല്ലാഹുവേ എനിക്ക് സ്വർഗം തരണേ എന്നുള്ള അയാളുടെ പ്രാർത്ഥനക്ക് വരെ തടസ്സം നിൽക്കുന്ന കാര്യമായിരിക്കും. അതാണല്ലോ ഒരു ഹദീസിൽ പറഞ്ഞത്, ചില മനുഷ്യരുണ്ട്, അവർ യാ റബ്ബ് യാ റബ്ബ് യാ റബ്ബ് എന്ന് പ്രാർത്ഥിക്കും. സത്യം പറഞ്ഞാൽ റബ്ബേന്ന് വിളിച്ചാൽ അള്ളാഹ്ക്ക് ഇഷ്ടാണ്. പ്രാർത്ഥന സ്വീകരിക്കാനുള്ള നല്ലൊരു ചാൻസ് ആണ് റബ്ബേ റബ്ബേ എന്ന് പറയുന്നത്. എന്നാൽ ചില മനുഷ്യന്മാർ ആ വിളിച്ചിട്ട് കാര്യമെല്ലാം വമസ്കനുഹു ഹറാം വമൽബസുഹു ഹറാം, അവന്റെ വസ്ത്രം, അവന്റെ താമസം ഹറാമിൽ ഊട്ടപ്പെട്ടതാണ്. വഗുദിയ ബിൽ ഹറാം, മൊത്തത്തിൽ മുങ്ങി കുളിച്ചു കിടക്കുകയാണ്. ഫഅന്നാ യുസ്തജാബ്, എങ്ങനെ ഉത്തരം നൽകാനാണ്? അതുകൊണ്ട് നമ്മൾ വലിയ വലിയ കോടികൾ മാത്രം അല്ല ഹറാം എന്ന് പറയുന്നത്, ഒരു ചെറിയ അംശം കയറി വന്നാൽ പോലും പേടിക്കണം എന്നാണ്. നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ കിടക്കുന്ന പലിശന്റെ വല്ല പൈസ ഉണ്ടെങ്കിൽ അത് എത്രയും വേഗം എടുത്ത് ശുദ്ധീകരിക്കണം, ഒഴിവാക്കണം.
ഒന്നുകിൽ അത് പലിശ കൊണ്ട് കഷ്ടപ്പെടുന്ന ഏതെങ്കിലും ഒരു മനുഷ്യനെടുത്ത് അയാളുടെ പലിശ അടക്കാൻ പറയണം. അല്ലെങ്കിൽ ഏതെങ്കിലും ടോയ്ലറ്റിനോ റോഡിനോ എന്തിനെങ്കിലൊക്കെ പൊതു ആവശ്യങ്ങൾക്ക് വേണ്ടി കൊടുത്തിട്ട് സ്വതക്കന്റെ കൂലിയൊന്നും പ്രതീക്ഷിച്ച് നടക്കരുത്. മേത്തുനിന്ന് ഈ ശല്യം ഒഴിവാക്കുക. അത് ചാരിറ്റിക്കും പിന്നെ അതേപോലെ തന്നെ രോഗികൾക്കും കൊടുക്കാൻ പറ്റിയ പൈസ ഒന്നുമല്ല. അതൊരു മോശം അല്ലെ, ഒരു തരം നമ്മുടെ മാലിന്യം എന്ന് പറഞ്ഞ സംഭവമാണ്. എടുത്ത് ഒഴിവാക്കുക നമ്മുടെ സമ്പ്രദായം. അപ്പൊ അത്രക്ക് ചെറുതെന്ന് നമ്മൾ വിചാരിക്കുന്നതൊന്നുമല്ല സമ്പത്ത് എന്ന് പറഞ്ഞത്. അതിനൊരു പൊട്ടാണെങ്കിൽ പോലും പേടിയാണ്. ഒരവകാശവും നമ്മുടെ അടുത്ത് അന്യായമായി കടന്നു വരരുത് എന്നുള്ളത് സൂക്ഷ്മത ഉണ്ടാവേണ്ടതുണ്ട്. രണ്ടാമത് ഉലമാക്കന്മാര് പറഞ്ഞത് ഒരാളുടെ സമ്പത്ത് ശുദ്ധിയാക്കേണ്ടതിന്റെ കാരണം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ അമലുകൾ നഷ്ടപ്പെട്ടു പോകും, അമലുകൾ സ്വീകരിക്കുന്നതിൽ തടസ്സം നിൽക്കപ്പെടും. മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ബറക്കത്ത് തകർക്കപ്പെടും. നമ്മൾ ഉണ്ടാക്കുന്ന സമ്പത്തിന്റെ ബറക്കത്ത് എന്ന് പറയുന്നതാണ് ഒരു വിജയം. ഈ ഹറാമ് കലർന്നു വരുന്നവന്റെ ബറക്കത്ത് നഷ്ടപ്പെടും. അതുകൊണ്ട് സകാത്തിലൂടെ ഒരു മനുഷ്യന്റെ സമ്പത്ത് ശുദ്ധീകരിക്കുകയാണ്. വഫീ അംവാലിഹിം ഹഖ്ഖുൻ ലിസ്സായിലി വൽ മഹ്റൂം. സകാത്ത് ആർക്കുള്ളതാണ്? വഫീ അംവാലിഹിം, അവരുടെ സമ്പത്തിലുണ്ട്, ഹഖ്ഖുൻ അവകാശമുണ്ട്, ലിസ്സായിലി ചോദിച്ചു വരുന്ന ആൾക്ക്, വൽ മഹ്റൂമി ഉപജീവനം തടയപ്പെട്ടവന്. നമ്മൾ ഉണ്ടാക്കിയ പൈസേന്ന് ചോദിച്ചു വരുന്നവൻക്കും അവകാശം തടയപ്പെട്ടവൻക്കും കൊടുക്കാണ്ട് കുറച്ച് ശതമാനം നമ്മളതല്ല. സക്കാത്തുമായി ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. സക്കാത്ത് കമ്മിറ്റിക്കാരൊക്കെ ക്ലാസ്സിൽ ഉണ്ടാവണം, അവർ പഠിക്കണം. ഞങ്ങളൊക്കെ നാട്ടിൽ സക്കാത്ത് സെമിനാറുകൾ നടത്തിക്കൊണ്ടിരിക്കുക. ക്യാമ്പ് പോലെ സക്കാത്തിന്റെ വിഷയം കമ്മിറ്റി, സക്കാത്ത് സെല്ലിന്റെ കമ്മിറ്റിക്കാരെ മൊത്തം വിളിച്ചിട്ട് എല്ലാ ശാഖയിൽ നിന്നും വിളിച്ചിട്ട് സക്കാത്ത് എങ്ങനെയാണ് നാട്ടിൽ നടപ്പിലാക്കേണ്ടത്, എങ്ങനെയാണ് കൊടുക്കേണ്ടത്, എന്താണ് അതിന്റെ പ്രൊജക്റ്റുകൾ എന്തൊക്കെയാണെന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. അതിന്റെ വേണമെങ്കിൽ കോപ്പികൾ നമുക്ക് ശേഖരിക്കാം. എന്തൊക്കെയാണ് അതിന്റെ മൊഡ്യൂളുകൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പഠിക്കാൻ പറ്റും. വളരെ കൃത്യമായിട്ടൊരു വലിയൊരു സാമൂഹിക ഉദ്യമമാണ് സക്കാത്ത് സെൽ സംവിധാനം. ഇത് ഒരിക്കലും റമദാനുമായി റിലേറ്റഡ് അല്ല. ഫസ്റ്റ് നമ്മൾ മനസ്സിനോട് പറയണം, റമദാൻ അല്ല സക്കാത്തിന്റെ മാസം, സ്വതക്കന്റെ മാസമാണ്. നമ്മൾ റമദാൻ സക്കാത്തുമായിട്ട് എപ്പോഴാണ് ബന്ധിപ്പിക്കാനുള്ള കാരണം എന്താ? ആളുകൾ അതൊക്കെ ഒന്ന് ചിന്തിച്ചു തുടങ്ങുന്ന ആ സമയത്തായതുകൊണ്ടാണ്. ഒന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. ഒരാളുടെ കച്ചവടം, സമ്പത്ത് അല്ലെങ്കിൽ അയാളുടെ വരുമാനം, ശമ്പളമൊക്കെ ഏത് വർഷം മുതൽ ഏത് മാസം മുതൽ അറബ് മാസം കണക്കിലാക്കിയിട്ടാണ് അയാൾ കണക്ക് വർഷം തികഞ്ഞ സക്കാത്ത് കൊടുക്കുന്നത്. രണ്ടാമത്തേത്, അയാൾ സക്കാത്ത് കൊടുക്കേണ്ടത് നിസാബ് എത്തിയാലാണ് കൊടുക്കേണ്ടത്. നിസാബ് അതിന്റെ പിന്നെ വിഹിതം എത്തുക എന്ന് പറയാം. എല്ലാവരും കൊടുക്കണ്ട. സ്വർണ്ണുള്ളവൻ എല്ലാവരും സക്കാത്ത് കൊടുക്കണ്ട. 10.5 പവൻ ഉണ്ടെങ്കിൽ സക്കാത്ത്, അതിനാണ് നിസാബ്. പൈസ ഉള്ളവരൊക്കെ സക്കാത്ത് കൊടുക്കണ്ട. 595 ഗ്രാം വെള്ളിയുടെ പൈസ ഒരു വർഷമായിട്ട് നമ്മുടെ കയ്യിൽ അവസാനം മിച്ചുണ്ടെങ്കിൽ ആ സക്കാത്ത് കൊടുക്കണ്ട. ആ പരിധിക്കാണ് നിസാബ് എന്ന് പറയുന്നത്. കച്ചവടത്തിലാണെങ്കിൽ 595 ഗ്രാം വെള്ളിക്ക് തുല്യമായ കച്ചവട വസ്തു നമ്മളെ കയ്യിലുണ്ട് എങ്കിൽ ആ ഇരിപ്പിന് നമ്മൾ സക്കാത്ത് കൊടുക്കണം. ഇങ്ങനെ ഇതിനൊരു ഈ നിസാബ് പാലിക്കുക എന്നത്. മൂന്നാമത്തേത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, കാണുന്നവർക്ക് മൊത്തം സക്കാത്ത് വാരിക്കോരി കൊടുക്കാൻ പറ്റില്ല. വീട്ടിൽ വന്നവർക്കൊക്കെ പൈസ കൊടുത്തിട്ട് അതൊക്കെ സക്കാത്തിന്റെ പൈസ കൊടുത്തോളി. അവസാനം സക്കാത്ത് കൊടുക്കാൻ സമയത്ത് ഇയാൾ ചോദിച്ചാൽ അയാൾ പറയാം, അതിപ്പോ അന്നൊരാൾ ചോദിച്ചോന്ന് അയാൾ കൊടുത്ത്, മറ്റൊരാൾ വന്നപ്പോ മൂപ്പർക്ക് കുറെ കൊടുത്തു, ഇനി സക്കാത്തിലൊന്നും പൈസ ഒന്നുമില്ല. ഇത് കൊടുക്കേണ്ടത് അവകാശികൾക്കാണ്. അതിന്റെ കാറ്റഗറി ഉണ്ട്, 8 ആൾക്കാരെ ലിസ്റ്റ് ഉണ്ട്. നോക്കി, ഇത്ര കൃത്യമായിട്ട് പഠിപ്പിച്ചതിന്റെ വിഷയമാണോ? ആർക്ക് കൊടുക്കണം എന്നുള്ളതിന്റെ കാറ്റഗറി ഉണ്ട്. إنما الصدقات للفقراء والمساكين والعاملين عليها والمؤلفة قلوبهم وفي الرقاب والغارمين وفي سبيل الله وابن السبيل فريضة من الله والله عليم حكيم. പഠിച്ചോളിട്ടോ, 8 അവകാശികൾ. ഇനി ഇതിൽ ഇനി സംശയം ചോദിക്കാനേ വകുപ്പില്ല. ഒന്നാമത്തെ അവകാശി ഫക്കീറാണ്. ഫക്കീറും മിസ്കീനും തമ്മിൽ വ്യത്യാസം. നമുക്ക് എല്ലാതും ഒരേപോലെയാണ്. നമുക്ക് എല്ലാവരും ഫക്കീർ, നമുക്ക് എല്ലാവർക്കും മിസ്കീനാണ്. സക്കാത്തിന്റെ അവകാശികളിൽ ഒന്നാമത്തെയും രണ്ടാമത്തെയും ആള് എന്ന് പറയുന്നത് രണ്ടും കണ്ട നമ്മൾ വിചാരിക്കും ഒരേപോലെയാണ്. നിങ്ങളെ കാഴ്ചമാരിയാണ് തെളിയണില്ല. എന്താ ഫക്കീർ എന്ന് പറഞ്ഞാല്? ഫക്കീർ എന്ന് പറഞ്ഞാൽ എന്താ?
ദാരിദ്ര്യമുള്ള ആളാണ്. അയാൾക്കൊരു ദിവസം 100 രൂപ ചെലവുണ്ട്. ആ 100 രൂപ ചെലവിലേക്ക് അയാൾക്ക് ആകെ ഒരു 50 റുപ്യ 40 റുപ്യ കയ്യിലുള്ളൂ. പക്ഷെ മൂപ്പർ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ എല്ലാവരോടും പോയി ചോദിക്കും, എത്ര രൂപ തരും, വീട്ടിലേക്ക് മരുന്ന് കുടിക്കാൻ പൈസ അല്ല, അല്ലെങ്കിൽ അങ്ങനെ എന്ത് ചെയ്യും, എല്ലാവരോടും നടന്ന് അല്ലെങ്കിൽ എല്ലാവരോടും നല്ല അയാളുടെ ആവശ്യങ്ങളൊക്കെ ചോദിച്ചിട്ടെങ്കിലും മേടിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മൾ അയാൾ എന്ത് വിളിക്കണം, അയാളൊരു ഫക്കീറാണ്, അയാൾ അവകാശിയാണ്. നമ്മൾ മനസ്സിലാക്കി അന്വേഷിക്കണം, കണ്ടെത്തണം. എന്നാൽ രണ്ടാമത്തെ വ്യക്തിക്ക് ഒരു ദിവസം 200 രൂപ ആവശ്യമുണ്ട്. അയാളത്തെ ഒരു 100-150 റുപ്യ കൊണ്ട് തികയൂല. അയാൾക്ക് അരി മേടിക്കാനും മരുന്ന് മേടിക്കാനും അയാളുടെ മാരിന്റെ ചെലവും മക്കളുടെ കൂടെയിട്ട് അയാൾക്ക് തികയുന്നില്ല. അയാൾക്ക് ദാരിദ്ര്യം പ്രയാസമൊക്കെ ഉണ്ട്. പക്ഷെ മിസ്കീൻ എന്ന ഈ മനുഷ്യൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഒരാളോടും വന്ന് ചോദിക്കൂല, ഒരാളോടും ഇയാൾ വന്ന് പറയില്ല. ചിലപ്പോൾ നമ്മൾ സക്കാത്തിന്റെ പൈസ കൊടുത്താൽ പോലും മൂപ്പര് തിരിച്ചും കടനെ തരും, അതൊന്നും വേണ്ടാറുണ്ട്. കാരണം അയാൾക്കൊരു അഭിമാന ബോധവും ഒരു കുറ്റബോധമൊക്കെ ചിലപ്പോൾ തോന്നി തുടങ്ങും. ഈ മനുഷ്യന്മാരാണ് നമ്മുടെ നാട്ടിൽ ഇന്ന് തീരെ പരിഗണിക്കാതെ പോണ ആൾക്കാർ. ചോദിച്ചോൽക്ക് എല്ലാവരും നമ്മൾ കൊടുക്കും, അപേക്ഷ വന്നാൽ നമ്മൾ കൊടുക്കും. എത്ര അപേക്ഷ ഉണ്ട് ചാരിറ്റിക്ക് വന്നിട്ടുള്ളത് അറിയില്ല. ചാരിറ്റി വിങ് മീറ്റിംഗ് കൂടിയിട്ട് വന്ന അപേക്ഷകൾ വെറുതെ തന്ന അപേക്ഷ അല്ല, അതിൽ എന്ത് സ്റ്റെപ്പ് എടുത്തു എന്നുള്ളത് നമ്മൾ നോക്കണം. അപ്പൊ പിരിക്കൊന്നുമില്ല, നമുക്ക് ചോദിക്കാം, ആൾക്കാരോട് ചോദിക്കാമല്ലോ. ഈ ചാരിറ്റിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ആരും പൈസ, പള്ളിക്ക് പൈസ വെച്ചാൽ നിങ്ങൾ മാസം ഒരു ആഴ്ച 3000-3500 റുപ്യ കിട്ടുക. നിങ്ങളൊരു വെള്ളിയാഴ്ച ഒരു ചാരിറ്റി ആവശ്യത്തിനൊരു ചോദിച്ചു, പള്ളിയിലെ ബക്കറ്റിൽ പൈസ നിറയും. എന്താ കാരണം? അത് ആളുകളുടെ ഒരു മനസ്സിന്റെ ഒരു താല്പര്യമാണ്. ആ മുസ്ലിങ്ങൾ വരെ നന്നായിട്ട് സഹായിക്കുന്ന മേഖല. നമ്മളൊക്കെ പല കാര്യത്തിൽ ഇടപെട്ടപ്പോൾ ലാസ്റ്റ് ഫിറോസ് കുന്നംപറമ്പിലുമായി ബന്ധപ്പെട്ടൊരു വീഡിയോക്ക് പോകേണ്ടി വന്ന സമയത്ത് നാട്ടിലത്തെ വീഡിയോ അപ്പോൾ അദ്ദേഹം പറഞ്ഞാണ് ഓർത്തത്, ഇതിന്റെ വിജയം എന്ന് പറയുന്നത് ഏതൊക്കെ മനുഷ്യന്മാരാണെന്നറിയും, ഏതൊക്കെ തരത്തിലുള്ള വെറും ഇങ്ങനെ മുസ്ലിങ്ങളെ മാത്രം കണ്ടുകൊണ്ടൊന്നല്ല, എല്ലാവരും സഹായിക്കും. അപ്പൊ ഇതിന് സഹായിക്കാൻ മനസ്സുള്ള ഒരു ആൾക്കാരുണ്ട്. ഈ മിസ്കീനുമാരെ സഹായിക്കാൻ നമുക്ക് പ്രത്യേകമായ താല്പര്യം ഉണ്ടാവണം. മൂന്നാമത്തേത് അതിൽ പറഞ്ഞ അടുത്ത വ്യക്തി എന്ന് പറയുന്നത് സക്കാത്തിന്റെ വിഷയത്തിൽ അത് ആമിലീന അലൈഹ എന്ന് പറയും, അതിന്റെ ജോലിക്കാരനായ ആള്. സക്കാത്തിന്റെ ജോലിക്കാര് അത് ശേഖരിക്കാനും ഇറങ്ങിത്തിരിക്കാനും കണക്ക് നോക്കാനൊക്കെ പോകുന്ന ആള്. വൽ മുഅല്ലഫത്തി ഖുലൂബുഹും, കൽബ് ഇസ്ലാമിലേക്ക് ഇളക്കപ്പെട്ട ആളുകൾ. മുഅല്ലഫത്തി ഖുലൂബ്, ഇത് നമ്മൾ അറിയുമെന്നറിയില്ല. മുഅല്ലഫത്തി ഖുലൂബ്, കൽബ് ഇണക്കപ്പെട്ടവർ. പിന്നെ പറഞ്ഞിരിക്കുന്നത് അടിമമോചനമാണ്. അടിമമോചനം അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ അടിമമോചനം എന്ന് പറഞ്ഞാൽ ഉണ്ടാവൂല, റിഖാബ് എന്നാണ് അതിന് പറയാ. നമ്മുടെ നാട്ടിലുള്ളത് ജയിൽ മോചനാണ്. റഹീമുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അദ്ദേഹത്തിന് മോചനത്തിന് വേണ്ടിയിട്ട് പണം ചെലവാക്കുന്നത് സക്കാത്തിന്റെ ഈ വിഹിതത്തിൽ നിന്ന് കൊടുക്കാം. അദ്ദേഹത്തിന്റെ പണം ശേഖരിച്ചപ്പോൾ സമ്പാദിച്ചപ്പോൾ അതിൽ കുറച്ച് പൈസ അധികം വന്നു. മുനിയർക്ക് 12 കോടിയായിരുന്നു. ആ വാർത്ത ശ്രദ്ധിച്ചിരുന്നോ? 12 കോടി അധികമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അവരെ കമ്മിറ്റി കൂടിയിട്ട് ഇനി അത് എന്ത് ചെയ്യണം എന്നൊരു പ്ലാനിലാണ് ഇപ്പോൾ അവർ ചെയ്യുന്നത്. അപ്പോൾ അതിൽ നേരിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്, ഇതേപോലെ ജയിൽ കുടുങ്ങിക്കിടക്കുന്ന 6 പേരുടെ ലിസ്റ്റ് അയാളുടെ കയ്യിലുണ്ട്. ഇതേപോലെ കുറച്ച് പൈസ കൊടുത്താൽ രക്ഷപ്പെടാൻ പറ്റുന്ന 5-6 പേര് ജയിലിലുണ്ട്, അവർക്ക് വേണമെങ്കിൽ കൊടുക്കാം. പിന്നെ ബാക്കി ഉണ്ടെങ്കിൽ പാവപ്പെട്ട കുറച്ച് ചികിത്സകൾക്ക് ആവശ്യമായ രോഗികൾക്കൊക്കെ നൽകാവുന്ന പദ്ധതികളും കാര്യങ്ങളും അവർ ചർച്ച ചെയ്യുന്നുണ്ട്. അതിന് പുറമെ ഒരു വെല്ലുവിളി ഉള്ളത്, ഇത്രയും സംഖ്യ മറ്റൊരു രാജ്യത്തേക്ക് നിക്ഷേപിച്ചത് കൊണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ നികുതി അടക്കണം എന്ന് പറഞ്ഞു. അത് ഏകദേശം 12 കോടി ഉണ്ട്. നികുതി അടക്കേണ്ടി വരികയാണെങ്കിൽ 12 കോടി നികുതി അടക്കേണ്ടി വരും. അപ്പൊ ആ പേപ്പർ ഒഴിവായെങ്കിലേ ഈ സംഖ്യ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇത് എങ്ങനെ ഇത്രയും പൈസ വന്നത്? അത് ആളുകൾ ഈ വിഷയത്തെ ഉൾക്കൊള്ളുന്നത് കൊണ്ടാണ്. ഇന്നും ഇന്ത്യയിൽ വരെ എത്ര മനുഷ്യന്മാർ, ഒരു തെറ്റും ചെയ്യാത്ത എത്ര മനുഷ്യന്മാരാണ് ജയിലിൽ കിടക്കുന്നത്. കേസ് എന്താണെന്നറിയില്ല, എന്താണ് കുറ്റെന്ന് തെളിഞ്ഞിട്ടില്ല, എന്താണ് രേഖയിൽ എന്താണ് ഒന്നും ഒരു പിടുത്തമില്ലാതെ എത്ര പാവപ്പെട്ടവർ കിടക്കുന്നുണ്ട്. അപ്പൊ അവരൊക്കെ മോചനത്തിന് വേണ്ടി ചിലപ്പോൾ കോടതിയിൽ പൈസ കൊടുക്കേണ്ടി വരും, വക്കീലിനെ വെക്കേണ്ടി വരും. അതൊക്കെ ഇത്തരം കാര്യങ്ങൾ ഉപയോഗപ്പെടുത്താൻ പറ്റും. പീഡിപ്പിക്കപ്പെടുന്ന അടിമയെ മോചിപ്പിക്കുക, അന്യായമായി തടവിലാക്കപ്പെട്ട വിശ്വാസിനെ മോചിപ്പിക്കുക, മോചന കരാറിൽ ഏർപ്പെട്ട അടിമനെ സഹായിക്കുക, ഇതൊക്കെ അതിൽപ്പെടും. 6ാമത്തെ ആള് കടക്കാരാണ്. കടമുള്ളവൻക്ക് സക്കാത്ത് കൊടുക്കുക എന്ന് പറയാം. ഞാൻ അവസാനിപ്പിക്കട്ടോ, ഈ വിഷയം കൂടി പറഞ്ഞാൽ നമുക്ക് ഏകദേശം സക്കാത്തിന്റെ ഒരു ഐഡിയ കിട്ടും. കടമുള്ളവർക്ക് സക്കാത്ത് കൊടുക്കാം, അപ്പൊ രക്ഷപ്പെട്ടു. അപ്പൊ നമ്മളെ നാട്ടിൽ സക്കാത്ത് കൊടുക്കാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്.
ഒരുത്തൻ പിന്നെ ഒരു 50 ലക്ഷത്തിന്റെ അല്ലെങ്കിൽ 60 ലക്ഷത്തിന്റെ വലിയൊരു വീട് അവിടുന്ന് ഇവിടുന്നൊക്കെ കടം മേടിച്ച് വീട് വെച്ചു. എന്നിട്ടോ പിന്നെ ഇങ്ങനെ തെണ്ടി നടക്കും, വീടിലാകെ ഭയങ്കര കടത്തിലാണ്, ഭയങ്കര പ്രശ്നം. ഇപ്പൊ സക്കാത്ത് കമ്മിറ്റി പറഞ്ഞു എന്തായാലും കൊടുക്കണം, അവൻ ആകെ കടത്തിലാണ്. കടം 2 ടൈപ്പ് ഉണ്ട്. കടം 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് എന്ന് പറയുന്നത് അയാളുടെ അനിവാര്യമായ ആവശ്യത്തിന് വേണ്ടി കടക്കാരനായതാണ്. കടം തിരിച്ചടക്കാൻ കഴിയാതെ വന്നപ്പോഴാണ് സക്കാത്ത് കൊടുക്കുന്നത്. കടം ഉണ്ട് എന്നതുകൊണ്ടല്ല, കടം തിരിച്ചടക്കാൻ കഴിയാതെ വരുമ്പോഴാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. അയാളുടെ അനിവാര്യമായ ചികിത്സയുടെയോ ഭക്ഷണത്തിന്റെയോ മറ്റോ അങ്ങനെയുള്ള അനിവാര്യ കാരണങ്ങൾക്കാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. രണ്ടാമത്തെ സക്കാത്ത് കൊടുക്കാൻ പറ്റുന്നത് കടം വീട്ടാൻ വേണ്ടി ഒരാളുടെ പ്രശ്നം ഏറ്റെടുത്ത് ആ പൈസ ഞാൻ തരാം എന്ന് ചിലപ്പോൾ ചില മയ്യത്തിന്റെ കയ്യിലെടുക്കേണ്ടി വരും, ചില രോഗികളുടെ ഏറ്റെടുക്കേണ്ടി വരും. അങ്ങനെ ഏറ്റെടുക്കുന്ന ഒരു വ്യക്തി, അയാൾക്ക് കടല്ല, അയാൾ മറ്റൊരാളുടെ റിസ്ക് ഏറ്റെടുത്തതാണ്, അയാൾക്ക് സക്കാത്ത് കൊടുക്കാം. ഈ നിലക്കാണ്. എന്നാൽ ഒരാളുടെ ദൂരത്തിന്റെയും ഒരാളുടെ പൊങ്ങച്ചത്തിന്റെയും ആഡംബരത്തിന്റെയും കടം ഇതിലേക്ക് ചേർത്ത് വെക്കണ്ട. ഏഴാമത്തേത് വഫീ സബീലില്ല, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള കാര്യമായിട്ടും അത് പിന്നെ നമ്മുടെ ഈ യുദ്ധരംഗത്തുള്ള കാര്യങ്ങളെ കുറിച്ചാണ് അതിൽ നിന്ന് പറഞ്ഞിട്ടുള്ളത്. ചില ആൾക്കാർ ഫീ സബീലില്ല എന്ന് പറഞ്ഞിട്ട് പള്ളിക്ക്, മദ്രസക്ക്, യതീംഖാനക്ക് അതിൽ പെടൂല. അത് യുദ്ധരംഗവുമായി ബന്ധപ്പെട്ടും ഇസ്ലാമിന്റെ ജാഗ്രതക്ക് വേണ്ടി, സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് അതിൽ ചില പണ്ഡിതന്മാർ പറഞ്ഞത് ഈ ഇസ്ലാമിനെ വിമർശിക്കുന്ന ആളുകൾക്ക് മറുപടി പറയാൻ കുറെ ഗ്രന്ഥങ്ങൾ വേണം. ആ ഗ്രന്ഥങ്ങൾ മേടിക്കണമെങ്കിൽ അത് ഫീ സബീലില്ലയാണ്, ഇസ്ലാമിനെ പ്രതിരോധിക്കുന്ന മാർഗത്തിലാണ് അത് ചെലവാക്കേണ്ടത് എന്നർത്ഥം. എട്ടാമത്തേത് ഫീ സബീലില്ല എന്ന് പറഞ്ഞ് ഇബ്നു സബീൽ, വഴിയാത്രക്കാരനായി ഒരാൾ കുടുങ്ങി, പാസ്പോർട്ട് പോയി, രേഖ പോയി, പൈസ ഇല്ല, പേഴ്സില്ല, ATM കാർഡ് ഇല്ല, ഗൂഗിൾ പേ ഇല്ല, അയാൾക്ക് ഇവിടുന്ന് രക്ഷപ്പെടാം. അയാൾ പൈസക്കാരനൊക്കെ ആയിരിക്കും, ഇപ്പൊ അയാൾ കുടുങ്ങി കിടക്കാണ്, അയാൾക്ക് സക്കാത്ത് കൊടുക്കാം. ഞാൻ നോക്കിയൊക്കെ ആയത് വല്ലദീനഹും സകാത്തി ഫാഇലൂൻ വല്ലദീനഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ إلا على أزواجهم أو ما ملكت أيمانهم فإنهم غير ملومين فمن ابتغى وراء ذلك فأولئك هم العادون. അപ്പോൾ മുഅ്മിനീങ്ങളുടെ യഥാർത്ഥ ഗുണം പഠിപ്പിച്ചതിൽ നമസ്കാരത്തിന്റെ കണിഷ്ഠതയും ഖുശൂഉം വിശദീകരിച്ചു. അനാവശ്യങ്ങളോടുള്ള അവന്റെ സമീപനം പറഞ്ഞു. സാമ്പത്തിക രംഗത്തുള്ള അയാളുടെ കൃത്യമായ അച്ചടക്കത്തെ ഓർമ്മപ്പെടുത്തുന്നതാണ് സക്കാത്ത് കൊടുക്കുന്നവരാണ്. അപ്പൊ ഒരാൾ 2.5% സക്കാത്ത് കൊടുത്ത അയാൾ എല്ലാ പണിയും കഴിഞ്ഞോ? ഇല്ല. ബാക്കി അയാളെടുത്ത് വരുന്നത് എത്രയാണ്? ബാക്കി വരുന്ന ആ ശതമാനം മുഴുവൻ അതിൽ നിന്ന് അയാളുടെ കുടുംബം, ഏറ്റവും അസ്ലിയായി അയാൾ പണം ചെലവഴിക്കേണ്ടത് നാട്ടിലല്ല, അയാളുടെ കുടുംബത്തിനാണ്. വാപ്പാക്ക്, ഉമ്മാക്ക്, ഭാര്യക്ക്, മക്കൾക്ക്, അയാളുടെ പ്രിയപ്പെട്ട ബന്ധുക്കൾക്ക്, അകന്ന ബന്ധുക്കൾ ഉണ്ടാവും, ബന്ധുക്കൾക്ക് അയാൾ സ്വതക്ക ചെയ്യണം. ഇസ്ലാമികമായ മാർഗത്തിൽ അതുപോലെയുള്ള ദീനിയായ പുണ്യം കിട്ടുന്ന മേഖലയിൽ നമ്മൾ എപ്പോൾ സ്വതക്ക ചെയ്യുമ്പോൾ ചിന്തിക്കേണ്ടത്, ഒരു വ്യക്തിക്ക് സ്വതക്ക ചെയ്യുന്നതും ഒരുപാട് പുണ്യം കിട്ടുന്ന ഒരു കാര്യത്തിന് സ്വതക്ക ചെയ്യുന്ന തമ്മിൽ വ്യത്യാസമുണ്ട്. നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത് നല്ല ലാഭം കിട്ടുന്ന സ്വതക്ക, ഒരുപാട് ഗുണം കിട്ടുന്ന, ഒരുപാട് കാലം നിലനിൽക്കുന്ന, അങ്ങനെ ധാരാളം പ്രതിഫലം കിട്ടുന്ന മേഖല. ഒരു ദർസ് നടക്കുക, അപ്പൊ ആ ദർസിൽ കുറേ ആൾക്കാർ പഠിക്കുന്നുണ്ട്. അവിടുന്ന് അവിടെ ചിലപ്പോൾ നമ്മൾ 100 റുപ്യ കൊണ്ടുപോയി കൊടുത്താൽ അവിടെ ആ പഠിക്കുന്ന കുട്ടികളുടെ ഭക്ഷണത്തിന് വേണ്ടി കൊടുക്കും. അവിടുന്ന് ആ കുട്ടികൾ പഠിച്ചിട്ടുണ്ടായി ഡെവലപ്പ് ചെയ്തതിന്റെ ഒക്കെ പ്രതിഫലം അവർ വാരിക്കൊണ്ടുപോകും. എന്നതിങ്ങനെ നിലനിന്നുകൊണ്ടിരിക്കും. അപ്പൊ ഇത് ഒരു മേഖലയാണ്. സക്കാത്ത് കഴിഞ്ഞാലുള്ള ബാക്കിയാണ് നമ്മുടെ സ്വതക്ക എന്ന് പറയുന്നത്. അത് നമ്മൾ നല്ല ചിട്ടയിൽ ഷെഡ്യൂൾ ചെയ്ത് ഓരോ ദിവസവും എന്തൊക്കെ വിഹിതങ്ങളിലേക്ക് പോകാൻ പറ്റും, അർഹിക്കുന്ന മേഖലകളിലേക്ക് നമ്മൾ പരിഗണന കൊടുക്കേണ്ട ഏരിയകളെ കണക്ക് കൂട്ടി നമ്മൾ കൊണ്ടുപോകണം. മറ്റൊന്ന്, നമ്മുടെ ഉള്ള സമ്പത്ത് കൊണ്ട് നമുക്ക് ബറക്കത്തുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തിയപ്പോൾ അവിടുത്തെ കൃഷി വിളവുകൾ കയ്യിലെടുത്തു. ഈത്തപ്പഴത്തിൽ നിന്ന് വിളവെടുത്തത് കൈകളിലെടുത്തിട്ട് അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ അഅമാരിനാ വഫീ മുദ്ദിനാ വഫീ സാഇന, പടച്ചോനെ ഓരോ കൂമ്പിളിലും ഓരോ കോരിയിലും ഓരോ അളവിലും ഞങ്ങൾക്ക് ബറക്കത്ത് നൽകണേ എന്ന് പ്രാർത്ഥിച്ചു. മദീന വ്യാപൃതമായി, കച്ചവടത്തിന്റെ ഈറ്റില്ലമായി, കൃഷിയുടെ ഈറ്റില്ലമായി.
ഭയങ്കരമായ വർധനവുണ്ടായി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുണ്ട്, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീമാ അഅതൈതനാ വഖന്നിഅനാ ഫീമാ റസഖ്തനാ. പടച്ചവനെ നീ തന്ന സമ്പത്ത് കൊണ്ട് ഞങ്ങൾക്ക് ബറക്കത്ത് നൽകണേ, ഉള്ളത് കൊണ്ട് സംതൃപ്തിപ്പെടാൻ ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കാറുണ്ട്. ഉള്ളതിൽ ബറക്കത്ത് ഉണ്ടാവുക. മുഹിയിൽ ബറക്കത്ത് നഷ്ടപ്പെടുത്തുന്ന യാതൊന്നും നമ്മുടെ അടുത്ത് വരാതിരിക്കാൻ സൂക്ഷ്മതയുണ്ടാവുക. ഇതൊക്കെ സകാത്തുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ സാമ്പത്തിക രംഗത്തുണ്ടാകേണ്ടുന്ന കൃത്യമായി നടപ്പിലാക്കേണ്ടുന്ന നമ്മൾ സ്വന്തമായി ഉണ്ടാക്കിയെടുക്കുക. മറ്റൊന്ന്, നമ്മുടെ സാമ്പത്തിക രംഗത്ത് നമ്മളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യന്മാരാണ്. രേഖപ്പെടുത്തുക. തരാനുള്ള മനുഷ്യന്മാര്, കൊടുക്കാനുള്ള മനുഷ്യന്മാർ. നിങ്ങൾ ഗൂഗിൾ പേ അയച്ചോ, ശരിയാണ്. നിങ്ങൾ വേറെടുത്ത് അയച്ചോ, അവിടെ അയച്ചോ, ഇവിടെ അയച്ചോ ഒക്കെ ഉണ്ടാവും. അതൊക്കെ നിങ്ങൾക്ക് രേഖയാണ്. നിങ്ങൾ മരിച്ചാൽ, ഞാൻ മരിച്ചാൽ എൻ്റെ ഇടപാടുകൾ എന്താണ്, അതിൽ നമുക്ക് കൊടുക്കാനുള്ളത് പ്രത്യേകിച്ചു രേഖപ്പെടുത്തണം. നമ്മൾ വരിച്ചത് ഇതിട്ടോ നമ്മളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, ഇവിടെ ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. ആ ഒരു ബോധം നമുക്ക് ഉണ്ടാവണം. ഒരു പിടുത്തില്ലാതെ പോകാൻ പാടില്ല. ഇത് സാമ്പത്തികരമാണ്. ഒരു മനുഷ്യനെ കബറടക്കിയാല് മയ്യത്തിന് കബറിൽ കിടക്കാൻ പറ്റാത്ത പ്രശ്നമാണ് സാമ്പത്തികം. ഷഹീദിന് വിട്ടുകൊടുക്കാത്ത മേഖലയാണ് കടം. അതുകൊണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ അള്ളാന്റെ ഖുർആനിൽ ഏറ്റവും വലിയ ആയത്തിറങ്ങിയിരിക്കുന്നത് കടത്തിന്റെ വിഷയത്തിലാണ്. രേഖപ്പെടുത്തലും സാക്ഷികൾ ഉണ്ടാവലും കഴിയാവുന്നിടത്തോളം കടമില്ലാതിരിക്കലും ഉള്ളവർ വീട്ടാൻ ശ്രമിക്കലും വീട്ടാൻ പറ്റാത്തവനെ സഹായിക്കാൻ പറ്റും. ഇതൊക്കെ നമ്മുടെ നാടിന്റെ ആവശ്യങ്ങൾ എന്ന് മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ സാമ്പത്തിക പ്രയാസങ്ങളിൽ നമ്മെ എല്ലാം സുരക്ഷിതരാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഉള്ള സമ്പത്തിൽ പടച്ചറപ്പ് എല്ലാവിധ ബറക്കത്തും ഖൈറും ഫദ്ലും പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ ക്ലാസ്സിലെ പഠിതാക്കളായിട്ടുള്ള രണ്ടുപേർ അവർ നാളെ വിവാഹത്തിന്റെ കർമ്മത്തിലേക്ക് പ്രവേശിക്കാനിരിക്കുകയാണ്. നസീർ ഖാന്റെ ഫാമിലിയിൽ അവരുടെ മകളും ഹാഷർ എന്ന നമ്മുടെ വിദ്യാർത്ഥിയും ഇൻഷാ അല്ലാഹ് അവരുടെ ജീവിതത്തിൽ പടച്ചറപ്പ് സന്തോഷകരമായ ഒരു നല്ല ദാമ്പത്യം പ്രദാനം ചെയ്യുമാറാകട്ടെ. അവരുടെ കുടുംബത്തിൽ അല്ലാഹു എല്ലാവിധ ഫദ്ലും അനുഗ്രഹങ്ങളും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പഠിതാക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പുസ്തകം ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഈ സൂറത്തുമായി ബന്ധപ്പെട്ട് നമുക്ക് നോട്ട് എഴുതി പഠിച്ചെടുക്കാൻ പറ്റുന്ന രൂപത്തിൽ. ഇനി അത് ഇപ്പം ചെയ്യേണ്ട പണി, അവിടെ പേരെഴുതിയൊക്കെ ഫസ്റ്റ് ചെയ്യേണ്ട പണി ആ ബുക്കുമ്മ പേരെഴുതിയൊക്കെ. ഞാൻ എൻ്റെ ബുക്കുമ്മ പേരെഴുതി ചോദ്യം എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മുടെ കൂട്ടത്തിലെ രോഗികളായ പലരുമുണ്ട്. അല്ലാഹു എല്ലാവർക്കും ശിഫ പ്രദാനം ചെയ്യുമാറാകട്ടെ. ആശുപത്രികളിൽ മറ്റുമൊക്കെയായി ഉത്കണ്ഠകളോടെ ജീവിക്കുന്നവരുണ്ട്. അല്ലാഹു അവർക്ക് ആശ്വാസവും സമാധാനവും നൽകുമാറാകട്ടെ. അല്ലാഹുവേ, നീ ഞങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ കുടുംബത്തിൽ, മേഖലകളിൽ ബറക്കത്ത് നൽകണമേ റഹ്മാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. തവഫനാ മുസ്ലിമീന വൽഹിഖ്നാ ബിസ്സാലിഹീൻ വസല്ലല്ലാഹു على نبينا محمد والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.